വിശുദ്ധ തോമസ് ലിഹയുടെ നാമധേയത്തിലുള്ള കല്ലറ പഴയപള്ളി ഒരുക്കുന്ന ഡോമോസ് കാറ്റഗീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കരുണാമയനാം ദൈവത്തിൻ കൃപയൊഴുകിയിറങ്ങും നാട്, മാർത്തോമാതൻ മാധ്യസ്ഥ്യത്തിൽ ഉണരും കല്ലറ നാട്. കരുണാമയനാം ദൈവത്തിൻ കൃപയൊഴുകിയിറങ്ങും നാട്, മാർത്തോമാതൻ മാധ്യസ്ഥ്യത്തിൽ ഉണരും കല്ലറ നാട്. അവിടെയുയർന്നൊരു മോഹനമാം ദേവാലയമാകും വീട്, ദൈവജനങ്ങൾ ബലിയർപ്പിക്കും സ്നേഹത്തിൻ തറവാട്. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം വരെ കടുത്തുരുത്തി, കോട്ടയം, കൈപ്പുഴ, നീണ്ടൂർ മുതലായ ഇടവകളിൽ ഉൾപ്പെട്ടിരുന്ന 70 തെക്കുംഭാഗ സുറിയാനി കുടുംബങ്ങൾ കല്ലറ, പെരുന്തുരുത്ത്, പറവംതുരുത്ത്, വെച്ചൂർ കരകളിൽ വസിച്ചിരുന്നു. ക്രിസ്തുവർഷം 1890 കല്ലറ കേന്ദ്രമായി ആരംഭിച്ച ഒരു ജ്ഞാനായ മാസക്കൂട്ടമാണ് ഈ ദൈവാലയ സ്ഥാപനത്തിന് കാരണമായത്. ആദ്യ ദേവാലയം 1896 പണി ആരംഭിച്ച് 1900 ഏപ്രിൽ 22 പണി പൂർത്തീകരിച്ച് ചങ്ങനാശ്ശേരി രൂപതാധ്യക്ഷനും തെക്കുംഭാഗക്കാരനുമായിരുന്ന മാർ മത്തായി മാക്കിയിൽ മെത്രാൻ കൂദാശ് ചെയ്ത് ആദ്യ കുർബാന അർപ്പിച്ചു. രണ്ടാമത്തേതും നിലവിലുള്ളതുമായ ദേവാലയം 1957 തറപണി ആരംഭിച്ച് 1959 പണി പൂർത്തീകരിച്ച് അഭിമന്യമാർ തോമസ് തറയിൽ പിതാവ് 1959 ജൂലൈ 2 കൂദാശ ചെയ്തു. ക്രിസ്തു വിശ്വാസം മുറുകെ പിടിച്ച് കഠിനാധ്വാനത്തിലൂടെ വളർന്നു വന്ന കല്ലറ ഇടവക തിരുസഭയ്ക്ക് നൽകിയ സംഭാവനകൾ വലുതാണ്. കോട്ടയം അതിരൂപതയിൽ നിന്നും ഏറ്റവും കൂടുതൽ വൈദികനും സന്യസ്തരുമുള്ള ഇടവകയാണ് കല്ലറ പഴയപള്ളി. 700 കുടുംബങ്ങളുമായി കല്ലറ പഴയപള്ളി തൻ്റെ ജൈത്രയാത്ര തുടരുന്നു. വിശ്വാസികളുടെ വർധനവും ദേവാലയത്തിലെ സ്ഥലപരിമിതിയും കണക്കിലെടുത്ത് കല്ലറ ഇടവക സമൂഹത്തിൻ്റെ സ്വപ്നമായ സൗകര്യങ്ങളോടുകൂടെയുള്ള ഒരു വിസ്തൃത ദേവാലയത്തിന് 2018 ഡിസംബർ 8 മാർ മാത്യു മൂലക്കാട്ട് പിതാവ് ശിലാസ്ഥാപനം നിർവഹിച്ച് പണി ആരംഭിച്ച് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു. ഈ വിശ്വാസ കൂട്ടായ്മയോട് ചേർന്ന് കോട്ടയം അതിരൂപതയിലെ മുഴുവൻ വിശ്വാസ പരിശീലനാർത്ഥികളെയും പ്രാർത്ഥനയ്ക്കായി ക്ഷണിക്കുന്നു. താണുവണങ്ങി നമിച്ചിടുന്നു. ദിവ്യഗുരുവാമൻ യേശുവേ രക്ഷക, പാവനാത്മാവേ സ്തുതിച്ചിടുന്നു. വിജ്ഞാന വിത്തു മുളച്ചു വളരുക, വിജ്ഞാനദായക കാത്തിടേണം. വിജ്ഞാന വിത്തു മുളച്ചു വളരുക, വിജ്ഞാനദായക കാത്തിടേണം. വിശ്വാസദാനത്തിൽ ഉന്നതരാകേണം, വിശ്വത്തിൻ ദീപമായി മേവിടേണം. വിശ്വാസദാനത്തിൽ ഉന്നതരാകേണം, വിശ്വത്തിൻ ദീപമായി മേവിടേണം. ത്രിത്വൈക ദൈവമേ തൃപ്പാദ പങ്കജേ, താണുവണങ്ങി നമിച്ചിടുന്നു. ദിവ്യഗുരുവാമൻ യേശുവേ രക്ഷക, പാവനാത്മാവേ സ്തുതിച്ചിടുന്നു. പാവനാത്മാവേ സ്തുതിച്ചിടുന്നു. പാവനാത്മാവേ സ്തുതിച്ചിടുന്നു. നവംബർ 1 സകല വിശുദ്ധരുടെയും തിരുനാൾ. താവേ കനിയണമേ, മിശിഹായേ കനിയണമേ, റൂഹായേ കനിയണമേ, ത്രിയേക ദൈവമേ കനിയണമേ.
പരിശുദ്ധമാലാഖമാരേ പരിശുദ്ധയായ കന്യാമറിയമേ ദൈവജനനീ മാമരിയേ വിശുദ്ധനായ മിഖായേലേ വിശുദ്ധനായ ഗബ്രിയേലേ വിശുദ്ധനായ റഫായേലേ വിശുദ്ധവാനവദൂതന്മാരേ. ഈ തിരുനാളിന്റെ ചരിത്ര പശ്ചാത്തലത്തിലേക്ക് ഒന്ന് കണ്ണോടിക്കാം. പൗരസ്ത്യ സഭകളിൽ മെയ് 13 സകല രക്തസാക്ഷികളുടെയും തിരുനാൾ ആചരിച്ചിരുന്നു. പരിശുദ്ധ പിതാവ് ബോനിഫസ് നാലാമൻ AD 609 മെയ് മാസം 13 പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും സകല രക്തസാക്ഷികളുടെയും തിരുനാൾ ആചരിക്കുവാൻ ആരംഭം കുറിച്ചു. AD 731 മുതൽ AD 741 കാലഘട്ടം വരെ തിരുസഭയെ നയിച്ച പരിശുദ്ധ പിതാവ് ഗ്രിഗറി മൂന്നാമൻ റോമിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലെ ഒരു ചാപ്പൽ സകല വിശുദ്ധരുടെയും നാമത്തിൽ സമർപ്പിച്ചു. അന്നു മുതൽ സകല വിശുദ്ധരുടെയും തിരുനാൾ റോമിൽ മാത്രം ആചരിക്കുവാൻ തുടങ്ങി. പിന്നീട് AD 837 പരിശുദ്ധ പിതാവ് ഗ്രിഗറി നാലാമൻ ആണ്ടുവട്ടത്തിലെ നവംബർ 1 സകല വിശുദ്ധരുടെയും തിരുനാൾ ആചരിക്കുവാൻ നിർദ്ദേശം നൽകി. തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്കും സമ്മാനത്തിനും നന്ദി പറയുവാനും വിവിധ സാഹചര്യങ്ങളിൽ വിവിധ പ്രദേശങ്ങളിൽ പുണ്യപദം പ്രാപിച്ചിട്ടുള്ളവരുടെ സുകൃതങ്ങൾ അനുകരിക്കുന്നതിന് നമ്മെ പ്രോത്സാഹിപ്പിക്കുവാനും അവർ ആസ്വദിക്കുന്ന അവർണ്ണനീയമായ ആനന്ദത്തെപ്പറ്റി ചിന്തിക്കുവാനും നമ്മുടെ അറിവിൽപ്പെടാത്ത വിശുദ്ധരിൽ ദൈവത്തെ മഹത്വപ്പെടുത്താനുമാണ് സകല വിശുദ്ധരുടെയും തിരുനാൾ സ്ഥാപിച്ചിരിക്കുന്നത്. വിശുദ്ധരുടെ പട്ടികയിൽ തിരുസഭ ഔദ്യോഗികമായി ചേർത്തിട്ടുള്ളവരുടെ ഓർമ്മ ഏതെങ്കിലും സ്ഥലങ്ങളിൽ എന്തെങ്കിലും ഓർക്കുന്നുണ്ടായിരിക്കാം. എന്നാൽ വിശുദ്ധരെന്ന് നാമകരണം ചെയ്യപ്പെടാത്ത കോടാനുകോടി ആത്മാക്കൾ സ്വർഗത്തിലുണ്ട്. അതിനാൽ സർവ്വസ്വർഗവാസികളുടെയും തിരുനാൾ ആഘോഷിക്കുന്നതിന് തിരുസഭ നമ്മെ ആഹ്വാനം ചെയ്യുന്നു. അവരുടെ ഗണത്തിൽ നമ്മുടെ വീട്ടുകാരും നാട്ടുകാരും മിത്രങ്ങളുമൊക്കെ അനുസ്മരിക്കപ്പെടുന്നുണ്ട്. അവരുടെ ഗണത്തിൽ ചെന്നു ചേരാൻ അവരുടെ മധ്യസ്ഥ പ്രാർത്ഥന നമുക്ക് സഹായകരമായിരിക്കും. ആത്മന ദരിദ്രനും ഹൃദയശാന്തതയുള്ളവരും തങ്ങളുടെ പാപങ്ങളെ പ്രതി കരയുന്നവരും നീതിയെ ദാഹിച്ചിരുന്നവരും കരുണാശീലരും ഹൃദയശുദ്ധിയുള്ളവരും സമാധാനപാലകരും നീതിയെ പ്രതി പീഡകൾ സഹിക്കുന്നവരുമാണ് വിശുദ്ധർ. അവരെ അനുകരിക്കുവാൻ ഇന്നത്തെ തിരുനാൾ നമുക്ക് ഉത്തേജനം നൽകട്ടെ. വിശുദ്ധ രക്തസാക്ഷികളേ വിശുദ്ധരായ സകലരുമേ സ്വർഗനിവാസികൾ സകലരുമേ ക്രിസ്തുനാഥ കേൾക്കണമേ ക്രിസ്തുനാഥ കേൾക്കണമേ ക്രിസ്തുനാഥ കേൾക്കണമേ ക്രിസ്തുനാഥ കേൾക്കണമേ ഹല്ലേലൂയ 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 വിശുദ്ധി പ്രാപിക്കാനുള്ള ആഗ്രഹം പരിപാലിക്കാത്തവൻ ക്രിസ്ത്യാനിയായിരിക്കാം, പക്ഷേ ഒരു നല്ല ക്രിസ്ത്യാനി ആയിരിക്കുകയില്ല. നവംബർ 2 സകല മരിച്ചവരുടെയും തിരുനാൾ. കമ്പൽ മാറൻ ഹാൻ കുർബാന
karevauda bahai manusa സകല വിശുദ്ധരുടെയും തിരുനാൾ കഴിഞ്ഞാൽ തിരുസഭ നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് സഹന സഭയിലേക്കാണ്. മരിക്കുന്നവരിൽ ചിലർ ദൈവത്തെ സ്നേഹിക്കുന്നവരായിരിക്കും. എന്നാൽ അവർ തങ്ങളുടെ പാപങ്ങൾക്ക് പൂർണ്ണ പരിഹാരം ചെയ്തിട്ടില്ലെന്ന് വരാം. ദൈവത്തിന്റെ കാരുണ്യം അവരെ നിത്യശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുന്നു. മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും ദിവ്യബലി അർപ്പിക്കുന്നതും പ്രായശ്ചിത്ത പ്രവർത്തികൾ ചെയ്യുന്നതും സെമിത്തേരി സന്ദർശിച്ച് പ്രാർത്ഥിക്കുന്നതും പരിശുദ്ധം തന്നെ.